ഹായ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇലക്ട്രോ കെമിസ്ട്രിയിലെ കൊറോഷനെ കുറിച്ചാണ്. കൊറോഷൻ എന്താ നമുക്കറിയാം. മെറ്റൽസ് ഒക്കെ അന്തരീക്ഷത്തിലുള്ള അറ്റ്മോസ്ഫിയറുമായിട്ട് അല്ലെങ്കിൽ ഗ്യാസസ് ഒക്കെ ആയിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോൾ നമ്മുടെ മെറ്റലിനുണ്ടാവുന്ന സ്ലോ ഡിസ്ട്രക്ഷൻ ആണ് കൊറോഷൻ എന്ന് പറയുന്നത്. ഇരുമ്പ് തുരുമ്പിക്കുന്നതും കോപ്പർ വെസൽസിൽ ഉണ്ടാവുന്ന ഒരു ഗ്രീൻ കളറിലുള്ള ഒരു കോമ്പൗണ്ടും ഒക്കെ ഈ ഒരു കൊറോഷന്റെ പാർട്ടായിട്ട് ഉണ്ടാവുന്നതാണ്. ഇതൊരു സ്ലോ ഡിസ്ട്രക്ഷൻ പ്രോസസ്സാണ്. ഫാസ്റ്റ് ആയിട്ട് നടക്കുന്ന പ്രോസസ്സ് അല്ല, പതിയെ നടക്കുള്ളൂ. അങ്ങനെ ആ മെറ്റലിന് ഡിസ്ട്രക്ഷൻ സംഭവിക്കുന്നു. അതാണ് കൊറോഷൻ എന്ന് പറയുന്നത്. ഓൾ മെറ്റൽസ് ആൻഡ് അലോയ്സ് ആർ സസെപ്റ്റബിൾ ടു കൊറോഷൻ. നമുക്കറിയാം എല്ലാ മെറ്റൽസിനും ഈ ഒരു കൊറോഷൻ സംഭവിക്കാത്ത ഒരു മെറ്റൽ നമുക്കറിയാവുന്നത് ഗോൾഡ് ആണ്, അല്ലേ? ഗോൾഡിന് എക്സലന്റ് റെസിസ്റ്റൻസ് ഉണ്ട് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷനിൽ. നമുക്കറിയാം ഗോൾഡിന്റെ ആഭരണങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇതൊന്ന് കുറച്ച് നാൾ കഴിയുമ്പോൾ കൊറോഷൻ സംഭവിക്കാറില്ല, അല്ലേ? എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഇരിക്കാറ്. അപ്പോൾ കൊറോഷൻ സംഭവിക്കുമെങ്കിൽ നമുക്ക് ഒരിക്കലും ഗോൾഡിന്റെ ഓർണമെന്റ്സ് യൂസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഗോൾഡിന് ഇത്തരത്തിലുള്ള അറ്റ്മോസ്ഫിയർ കണ്ടീഷനോട് എക്സലന്റ് റെസിസ്റ്റൻസ് ഉണ്ട്. പിന്നെ ഗോൾഡ് കൊറോഡഡ് ആവണമെങ്കിൽ എന്ത് വേണം? മെർക്കുറി വേണം. ആംബിയന്റ് ടെമ്പറേച്ചറിൽ മെർക്കുറി ആയിട്ട് കോണ്ടാക്റ്റിൽ വന്നാൽ ഗോൾഡിനും കൊറോഷൻ സംഭവിക്കും. ഓക്കെ, corrosion is enhanced by presence of impurities, air and moisture, electrolytes and strains in metals like dense scratches, etc. ഇതൊക്കെ കൊണ്ട് നമ്മുടെ മെറ്റലിന് കൊറോഷൻ സംഭവിക്കാം. കൊറോഷൻ ഓഫ് അയൺ ആണ് റസ്റ്റിംഗ് എന്ന് നമുക്കറിയാം. റസ്റ്റ് എന്ന് പറയുന്നത് ഹൈഡ്രേറ്റഡ് ഫോം ഓഫ് ഫെറിക് ഓക്സൈഡ് ആണ്. ഇരുമ്പ് തുരുമ്പിക്കുക എന്ന് പറയുന്നത് എന്താണ്? ഹൈഡ്രേറ്റഡ് ഫോം ഓഫ് ഫെറിക് ഓക്സൈഡ് ആണ്. അയൺ ഓക്സൈഡിന്റെ ഹൈഡ്രേറ്റഡ് ഫോം ആണ് റസ്റ്റ്. ദെൻ tarnishing of silver, formation of green coating on copper and bronze, etc. are other examples of corrosion. ഇനി കൊറോഷൻ രണ്ട് ടൈപ്പ് ഉണ്ട്. ഡ്രൈ ഓർ കെമിക്കൽ കൊറോഷൻ ഉണ്ട്, വെറ്റ് ഓർ ഇലക്ട്രോകെമിക്കൽ കൊറോഷൻ ഉണ്ട്. ഡ്രൈ ഓർ കെമിക്കൽ കൊറോഷൻ എന്താണ്? ഡയറക്റ്റ് കെമിക്കൽ ആക്ഷൻ ഓഫ് എൻവയോൺമെന്റ് ഓർ അറ്റ്മോസ്ഫിയർ ഗ്യാസസ് സച്ച് ആസ് ഓക്സിജൻ, ഹാലജൻ, ഹൈഡ്രജൻ സൾഫൈഡ് അങ്ങനെയുള്ള ഗ്യാസസ് വഴി ഡയറക്റ്റ് കെമിക്കൽ ആക്ഷൻ കൊണ്ടുണ്ടാവുന്നതാണ് ഡ്രൈ അല്ലെങ്കിൽ കെമിക്കൽ കൊറോഷൻ. അപ്പോൾ വെറ്റ് അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ കൊറോഷൻ എന്തായിരിക്കും? അക്വസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ മോയ്സ്ചറിന്റെ ഒക്കെ പ്രസൻസിൽ നടക്കുന്ന കൊറോഷൻ ആണ് നമ്മുടെ ഇലക്ട്രോ കെമിക്കൽ കൊറോഷൻ. ഇപ്പൊ ഇലക്ട്രോ കെമിക്കൽ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ തന്നെ നടക്കും. അവിടെ ആനോഡ് ഉണ്ടായിരിക്കും, കാഥോഡ് ഉണ്ടായിരിക്കും. ഈ രീതിയിലാണ് മെറ്റലിൽ കൊറോഷൻ സംഭവിക്കുന്നത്. ഓക്കെ, ഒരു കണ്ടക്ടിങ് ലിക്വിഡുമായിട്ടോ അല്ലെങ്കിൽ ഒരു കണ്ടക്ടിങ് സൊല്യൂഷൻ ഒക്കെ ആയിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോഴാണ് മെറ്റലിന് ഇത്തരത്തിലുള്ള ഇലക്ട്രോ കെമിക്കൽ കൊറോഷൻ അല്ലെങ്കിൽ വെറ്റ് കൊറോഷൻ സംഭവിക്കുന്നത്. ഇനി അപ്പൊ ഇലക്ട്രോ കെമിക്കൽ കൊറോഷൻ എങ്ങനെയാണ് നടക്കുന്നത്? സെപ്പറേറ്റ് ആനോഡിക് ആൻഡ് കാഥോഡിക് ഏരിയാസ് ആർ ഡെവലപ്ഡ് ബിറ്റ്വീൻ വിച്ച് കറന്റ് ഫ്ലോസ് ത്രൂ ദി കണ്ടക്ടിങ് മീഡിയം. അപ്പോൾ നമുക്ക് ഇപ്പോൾ അയൺ ആണുള്ളത്, അയണിന്റെ എന്തെങ്കിലും ഒരു വസ്തു നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇവിടെ ഇലക്ട്രോ കെമിക്കൽ കൊറോഷൻ സംഭവിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ആനോഡ് ഫോം ചെയ്യുന്നുണ്ട്, കാഥോഡ് ഫോം ചെയ്യുന്നുണ്ട്. ആനോഡും കാഥോഡും തമ്മിൽ ഇലക്ട്രോൺസിന്റെ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് കറണ്ടിന്റെ ഫ്ലോ തന്നെ ഉണ്ടാവുന്നുണ്ട്. ഇങ്ങനെയാണ് ഇവിടെ കൊറോഷൻ സംഭവിക്കുന്നത്. അറ്റ് ദി ആനോഡിക് ഏരിയ ഇൻ ദ മെറ്റൽ പാർട്ട് ഓക്സിഡേഷൻ ആൻഡ് ജനറേഷൻ ഓഫ് ഇലക്ട്രോൺസ് ടേക്സ് പ്ലേസ്. അപ്പോൾ നമ്മുടെ ഈ കൊറോഷൻ സംഭവിക്കുന്ന മെറ്റൽ ഉണ്ടല്ലോ, ഇപ്പൊ നമ്മുടെ അയൺ ആണെങ്കിൽ ഈ അയണ് അല്ലെങ്കിൽ കൊറോഷൻ സംഭവിക്കുന്ന മെറ്റൽ എപ്പോഴും ആനോഡായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ആനോഡിൽ എന്താ നടക്കുക? ഓക്സിഡേഷൻ ആണ് നടക്കുന്നത്. അവിടെ ഇലക്ട്രോൺസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ദീസ് ഇലക്ട്രോൺസ് ഫോംഡ് ഇൻ ആനോഡിക് ഏരിയ മൂവ്സ് ത്രൂ കണ്ടക്ടിങ് മീഡിയം ആൻഡ് ഇസ് കോൾഡ് കൊറോഷൻ കറണ്ട്. അപ്പൊ ഈ ആനോഡിക് ഏരിയയിൽ ഫോം ചെയ്ത ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഈ ഒരു കണ്ടക്ടിങ് മീഡിയത്തിൽ കൂടി മൂവ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? കൊറോഷൻ കറണ്ട് എന്ന് പറയുന്നത്. ഇനി എൻവയോൺമെന്റ് ആണ് കാഥോഡിക് ഏരിയ ആയിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പൊ കാഥോഡായിട്ട് പ്രവർത്തിക്കുന്ന ആരാണ്? എൻവയോൺമെന്റ് ആണ് കാഥോഡായിട്ട് പ്രവർത്തിക്കുന്നത്. വെയർ ഇലക്ട്രോൺസ് ആർ റിസീവ്ഡ്, നോൺ മെറ്റാലിക് അയോൺസ് ലൈക്ക് OH- ആർ ഫോംഡ്. അപ്പോൾ നമ്മുടെ കൊറോഷൻ സംഭവിക്കുന്ന മെറ്റൽ ആനോഡായിട്ട് പ്രവർത്തിക്കുന്നു. അവിടെ ഇലക്ട്രോൺസ് ഫ്ലോ ഉണ്ടാവുന്നു. ആ ഇലക്ട്രോൺസ് കാഥോഡിലേക്ക് മൂവ് ചെയ്യുന്നു. കാഥോഡായിട്ട് പ്രവർത്തിക്കുന്നത് എൻവയോൺമെന്റ് തന്നെയാണ്. അപ്പൊ എൻവയോൺമെന്റിൽ എത്തുമ്പോൾ എന്ത് സംഭവിക്കും? നോൺ മെറ്റാലിക് അയോൺസ് ഒക്കെ ഫോം ചെയ്യും. Then diffusion towards metallic ions formed in the anodic area and non-metallic ions in cathodic area takes place and corrosion product is formed in between anodic and cathodic area. അപ്പോൾ ആനോഡിക് ഏരിയയിൽ ഫോം ചെയ്ത മെറ്റാലിക് അയോൺസും കാഥോഡിക് ഏരിയയിലുള്ള നോൺ മെറ്റാലിക് അയോൺസ്, OH- ഒക്കെ പോലുള്ള നോൺ മെറ്റാലിക് അയോൺസും ദെൻ ആനോഡിലുള്ള മെറ്റാലിക് അയോൺസും കൂടി ചേർന്ന് ആനോഡിക് ഏരിയയ്ക്കും കാഥോഡിക് ഏരിയയ്ക്കും ഇടയ്ക്കാണ് കൊറോഷൻ പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നത്. അതായത് ഇരുമ്പിന്റെ കേസിൽ തുരുമ്പൊക്കെ ഫോം ചെയ്യുന്നത് ഈ ആനോഡിക് ഏരിയയ്ക്കും കാഥോഡിക് ഏരിയയ്ക്കും ഇടയിലാണ്. അപ്പൊ ഇലക്ട്രോ കെമിക്കൽ കൊറോഷന്റെ ആ ഒരു പ്രിൻസിപ്പിൾ എന്താണ്? ആനോഡ്, നമ്മുടെ മെറ്റൽ എപ്പോഴും ആനോഡായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ആനോഡിൽ ഇലക്ട്രോൺസ് ഉണ്ടാവുന്നു. ഈ ഇലക്ട്രോൺസ് കാഥോഡിലേക്ക് മൂവ് ചെയ്യുന്നു. കാഥോഡായിട്ട് പ്രവർത്തിക്കുന്നത് അറ്റ്മോസ്ഫിയർ ആണ്. അവിടെ OH- പോലുള്ള ഗ്യാസസ് ഫോം ചെയ്യുന്നു. ഈ OH- നമ്മുടെ ഫോം ചെയ്ത മെറ്റൽ അയോൺസ്, അതായത്
ഓക്സിഡേഷൻ സംഭവിക്കുമ്പോൾ എപ്പോഴും മെറ്റൽ അയോൺസ് ഉണ്ടാവുമല്ലോ. Fe ആണെങ്കിൽ Fe2+ Fe3+ ഒക്കെ ആയിട്ട് ഫോം ചെയ്യും. അപ്പോൾ ഈ Fe3+ഉം OH- കൂടി ചേർന്ന് ഇതിനിടയ്ക്കാണ് ഹൈഡ്രോക്സൈഡ്സ് ഒക്കെ, അയൺ ഹൈഡ്രോക്സൈഡ്സ് ഒക്കെ ഫോം ചെയ്ത് തുരുമ്പ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കൊറോഷന്റെ മെക്കാനിസം എന്താണ്? ഇൻ ദിസ് അല്ലെങ്കിൽ റസ്റ്റിങ്ങിന്റെ മെക്കാനിസം എന്താണ്? വൺ പാർട്ട് ഓഫ് മെറ്റൽ ബിക്കംസ് ആനോഡ്. ഫ്ലോ ഓഫ് ഇലക്ട്രോണിക് കറണ്ട് ബിറ്റ്വീൻ ആനോഡിക് ആൻഡ് കാഥോഡിക് ഏരിയ ടേക്സ് പ്ലേസ് ത്രൂ ആൻ ഇലക്ട്രോലൈറ്റ് ഇൻ കോൺടാക്ട് വിത്ത് ഇറ്റ്. മെറ്റലിന്റെ ഒരു പാർട്ട് ആനോഡായിട്ട് പ്രവർത്തിക്കുന്നു, ആനോഡിക് കറണ്ട് ഫോം ചെയ്യുന്നു ആ മെറ്റലില്. ദെൻ ആനോഡ് കാഥോഡിൽ ഫോം ചെയ്ത അയോൺസും കൂടി ചേർന്ന് ഈ ആനോഡിന്റെയും കാഥോഡിന്റെയും ഇടയ്ക്ക്, അതായത് ഈ മെറ്റലിൽ തന്നെ കൊറോഷൻ സംഭവിക്കുന്നു. ഓക്കെ, ഇനി ഈ കൊറോഷൻ തന്നെ 4 ടൈപ്പ് ഉണ്ട്. ഹൈഡ്രജൻ ഇവല്യൂഷൻ കൊറോഷൻ ഉണ്ട്. അസിഡിക് മീഡിയത്തിലുള്ള ഹൈഡ്രജൻ ഇവല്യൂഷൻ കൊറോഷൻ, അതായത് ഹൈഡ്രജൻ റിലീസ് ചെയ്യുന്ന തരത്തിലുള്ള കൊറോഷൻ. അത് ഏത് മീഡിയത്തിലാണ്? അസിഡിക് മീഡിയത്തിലാണ്. അപ്പൊ ആസിഡ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഹൈഡ്രജൻ ഉണ്ടല്ലോ. അപ്പൊ അസിഡിക് മീഡിയത്തിൽ ഹൈഡ്രജൻ ഇവല്യൂഷൻ കൊറോഷൻ ആണ് നടക്കുന്നത്. ഇത് എപ്പോഴാണ് നടക്കുന്നത്? മെറ്റൽസ് ആർ ഇൻ കോൺടാക്ട് വിത്ത് അസിഡിക് സൊല്യൂഷൻസ് ഇൻ ആബ്സെൻസ് ഓഫ് സഫീഷ്യന്റ് ഓക്സിജൻ. ഓക്സിജന്റെ സഫീഷ്യന്റ് എമൗണ്ട് ഇല്ലാത്ത സാഹചര്യത്തിൽ നമ്മുടെ മെറ്റൽസും അസിഡിക് സൊല്യൂഷൻസും ആയിട്ട് കോൺടാക്റ്റിൽ വരുമ്പോഴാണ് ഹൈഡ്രജൻ ഇവല്യൂഷൻ കൊറോഷൻ സംഭവിക്കുന്നത്. അതിന് എക്സാമ്പിൾ അയൺ, അലുമിനിയം ഒക്കെ ഹൈഡ്രോക്ലോറിക് ആസിഡും ഒക്കെ ആയിട്ട് കോൺടാക്റ്റിൽ വരുന്ന കേസിൽ സംഭവിക്കാറുണ്ട്. ആസിഡ് എന്ന് പറയുമ്പോൾ ആസിഡുള്ള ഒരുപാട് സൊല്യൂഷൻസും അസിഡിക് കണ്ടീഷനും ഒക്കെ ഉണ്ട് അല്ലേ. അല്ലാതെ ഡയറക്റ്റ് ലാബിലെ ആസിഡ് ആവണം നിർബന്ധമില്ല. ആസിഡുള്ള സൊല്യൂഷൻസും അസിഡിക് കണ്ടീഷൻസ് ഒക്കെ അല്ലാതെ തന്നെ അറ്റ്മോസ്ഫിയറിലുണ്ട്. അപ്പോൾ അയൺ, അലുമിനിയത്തിലൊക്കെയാണ് ഇത്തരത്തിൽ ഹൈഡ്രജൻ ഇവല്യൂഷൻ കൊറോഷൻ സംഭവിക്കുന്നത്. അപ്പൊ ഏത് മെറ്റലിലായാലും കൊറോഷൻ സംഭവിക്കണമെങ്കിൽ എന്താണ്? ആ മെറ്റൽ എന്തായിട്ടാണ് പ്രവർത്തിക്കുക? മെറ്റൽ ആനോഡായിട്ടാണ് പ്രവർത്തിക്കുക നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോ അയൺ, അലുമിനിയത്തിനൊക്കെ കൊറോഷൻ സംഭവിക്കണമെങ്കിൽ ആ മെറ്റൽസ് ആനോഡായിട്ട് പ്രവർത്തിക്കണം. ഓക്കെ, അപ്പൊ ഹൈഡ്രജൻ ഇവല്യൂഷൻ കൊറോഷൻ അയണിൽ നടക്കുന്നു ആസിഡ് മീഡിയത്തിൽ. ദിസ് ഇസ് ഡ്യൂ ടു ഫാക്ട് ദാറ്റ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഇൻ അസിഡിക് മീഡിയം ഈസ് ഹയർ ദാൻ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് അയൺ. നമുക്ക് ഇലക്ട്രോ കെമിക്കൽ സീരീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇലക്ട്രോകെമിക്കൽ സീരീസിൽ ഹൈഡ്രജൻ എവിടെയാണ്, അയൺ എവിടെയാണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പൊ ഹൈഡ്രജൻ എപ്പോഴും അയണിന്റെ മുകളിലാണ്, അയൺ എപ്പോഴും ഹൈഡ്രജന്റെ മേലിലാണ്. ഹൈഡ്രജന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ 0 ആണ്, അയണിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നെഗറ്റീവ് വാല്യൂ ആണ്. അപ്പോൾ അയണിന് എപ്പോഴും എന്ത് സംഭവിക്കും? ഓക്സിഡേഷൻ, അതായത് അയൺ ആനോഡായിട്ട് പ്രവർത്തിക്കും. കാരണം അതിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഹൈഡ്രജന്റെ അസിഡിക് കണ്ടീഷനുള്ള ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിനേക്കാളും കുറവാണ്. അലുമിനിയം അതുപോലെ തന്നെ. അലുമിനിയം എവിടെയാന്ന് നോക്കിയേ? ഹൈഡ്രജനേക്കാളും മേളിലാണ് അല്ലെ, അയണിനേക്കാളും കൂടി മേളിലാണ്. അപ്പൊ അലുമിനിയം ഈ അസിഡിക് കണ്ടീഷനിൽ വരുമ്പോൾ എന്ത് സംഭവിക്കും? അലുമിനിയം ആണ് ആനോഡായിട്ട് പ്രവർത്തിക്കുക. അങ്ങനെയുള്ള കണ്ടീഷനിൽ മാത്രമേ കൊറോഷൻ സംഭവിക്കുകയുള്ളൂ. അപ്പൊ നമ്മുടെ മെറ്റൽ ആനോഡായിട്ട് പ്രവർത്തിക്കണം, അതായത് മെറ്റലിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഹൈഡ്രജനേക്കാളും കുറവായിരിക്കണം. അപ്പൊ അയണിന്റെ കേസിൽ അങ്ങനെയാണ്. അതുകൊണ്ട് അയണിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ -0.44 ആണ്. ഹൈഡ്രജന്റെ കേസിൽ 0 ആണ്. മൈനസ് വാല്യൂ 0യേക്കാൾ കുറവാണല്ലോ. അതുകൊണ്ട് ഈ കേസിൽ കൊറോഷൻ സംഭവിക്കും. ഏത് കൊറോഷൻ ആണ്? ഹൈഡ്രജൻ ഇവല്യൂഷൻ കൊറോഷൻ. ഇനി റിയാക്ഷൻ എന്താ നടക്കുക? Fe gives Fe2+ + 2 ഇലക്ട്രോൺ. അപ്പൊ Fe2+ന്റെ E0 വാല്യൂ -0.44 ആണ് നമ്മൾ കണ്ടു. കാഥോഡിൽ സംഭവിക്കുന്നത് ഹൈഡ്രജൻ + 2 ഇലക്ട്രോൺ ഗീവ്സ് H2. ഇവിടെ E0 0 വോൾട്ട് ആണ് നമുക്കറിയാം. നെറ്റ് റിയാക്ഷൻ Fe + 2H+ ഗീവ്സ് Fe2+ + H2. ഹൈഡ്രജൻ ഇവല്യൂഷൻ, ഹൈഡ്രജൻ പുറത്തു വന്നത് കണ്ടോ. ഇനി E0 സെൽ എത്രയാണ്? ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ് 0.44 വോൾട്ട്, അതായത് ഒരു പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടിയത്. അതായത് ഈ ഒരു റിയാക്ഷൻ നടക്കും. Okay, this type of corrosion occurs when metal displaces hydrogen ions from an acidic solution. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ഹൈഡ്രജൻ ഇലക്ട്രോകെമിക്കൽ സീരീസിൽ ഹൈഡ്രജന് മേളിൽ വരുന്ന എല്ലാ മെറ്റൽസും ആസിഡുമായിട്ട് കോൺടാക്റ്റിൽ വരുമ്പോൾ ഹൈഡ്രജനെ ലിബറേറ്റ് ചെയ്യുന്നു. കാരണം എന്താണ്? ഇവരുടെ താഴെയുള്ള ആൾക്കാരെ ഡിസ്പ്ലേസ് ചെയ്യുന്നവരാണ് അല്ലെ. നമ്മൾ ഇലക്ട്രോകെമിക്കൽ സീരീസിന്റെ ആപ്ലിക്കേഷനിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ മെറ്റൽസിനെല്ലാം ആസിഡുമായിട്ട് കോൺടാക്റ്റിൽ വരുമ്പോൾ ഹൈഡ്രജൻ ഇവല്യൂഷൻ നടത്താൻ പറ്റും. അതുകൊണ്ടാണ് ഇവിടെ കൊറോഷൻ സംഭവിക്കുന്നത്. ഇനി അപ്പൊ മെറ്റൽസ് വിത്ത് ഹയർ നെഗറ്റീവ് റിഡക്ഷൻ പൊട്ടൻഷ്യൽസ് ലൈക്ക് അയൺ, സിങ്ക് ആൻഡ് അലുമിനിയം ആക്ട് ആസ് ആനോഡ് ആൻഡ് കൊറോഡ്. അപ്പൊ സിങ്ക്, അലുമിനിയം, അയൺ പോലെ ഹൈഡ്രജനേക്കാളും ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കുറഞ്ഞ മെറ്റൽസിനെല്ലാം എന്ത് സംഭവിക്കും? കൊറോഷൻ സംഭവിക്കും. അപ്പൊ കോപ്പർ, സിൽവർ ഒക്കെ എവിടെയാണ് നമ്മുടെ ഇലക്ട്രോകെമിക്കൽ സീരീസിൽ? കോപ്പർ, സിൽവർ, ഗോൾഡ്, മെർക്കുറി, ഇതിനൊക്കെ കൊറോഷൻ സംഭവിക്കുമോ? ഹൈഡ്രജൻ ഇവല്യൂഷൻ കൊറോഷൻ ഇൻ അസിഡിക് മീഡിയം സംഭവിക്കില്ല. കാരണം എന്താ? ഹൈഡ്രജനേക്കാൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കൂടുതലാണ് ഇവർക്ക്. അപ്പൊ റിയാക്ഷൻ നടക്കുമ്പോൾ ഹൈഡ്രജനെ ആനോഡായിട്ട് മാറുള്ളൂ. അതുകൊണ്ട് ഈ മെറ്റൽസിന് എന്തെങ്കിലും പറ്റുമോ? പറ്റില്ല. ഹൈഡ്രജന്റെ മേലിലുള്ള മെറ്റൽസിന് കൊറോഷൻ സംഭവിക്കും. അപ്പോൾ കോപ്പർ, ഗോൾഡിനൊക്കെ കാഥോഡായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് അവയ്ക്കൊരു ഗാൽവാനിക് പ്രൊട്ടക്ഷൻ ഉണ്ട്, അവർക്ക് കൊറോഷൻ സംഭവിക്കില്ല. അടുത്തത് ഹൈഡ്രജൻ ഇവല്യൂഷൻ കൊറോഷൻ ഇൻ ആൽക്കലൈൻ മീഡിയം. അസിഡിക് മീഡിയം പോലെ തന്നെ ആൽക്കലൈൻ മീഡിയത്തിൽ ഹൈഡ്രജൻ ഇവല്യൂഷൻ കൊറോഷൻ എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അയണിന് ഹൈഡ്രജൻ ഇവല്യൂഷൻ കൊറോഷൻ ഇൻ ആൽക്കലൈൻ മീഡിയം സംഭവിക്കില്ല. കാരണം
ഹൈഡ്രജൻ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആൽക്കലൈൻ അസിഡിക് കണ്ടീഷനിൽ ഹൈഡ്രജൻ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ 0 ആണെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ ആൽക്കലൈൻ കണ്ടീഷനിൽ എത്രയാണ്? -0.828 ആണ്. ഇനി അയണിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എത്രയാ? -0.44. അതായത് ഈ ഹൈഡ്രജന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആണ് ഇതിനേക്കാളും കൂടി കുറവ്. അപ്പോൾ കുറവാണെങ്കിൽ എന്ത് സംഭവിക്കും? ഹൈഡ്രജന് ആനോഡായിട്ട് പ്രവർത്തിക്കും അല്ലെ? നമ്മുടെ മെറ്റല് ആനോഡായിട്ട് പ്രവർത്തിച്ചാൽ മാത്രമേ കൊറോഷൻ സംഭവിക്കുകയുള്ളൂ. അതുകൊണ്ട് അയണിന്റെ കേസിൽ ആൽക്കലൈൻ മീഡിയത്തിൽ ഹൈഡ്രജൻ ഇവല്യൂഷൻ കൊറോഷൻ നടക്കില്ല. ഇത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വെച്ചിട്ട് മാത്രമാണ് പറയുന്നത് കേട്ടോ. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കുറവുള്ള ആൾക്കാണ് എപ്പോഴും ഓക്സിഡേഷൻ സംഭവിക്കുന്നത്. ആൽക്കലൈൻ മീഡിയത്തിൽ ഹൈഡ്രജനും അയണും നോക്കുമ്പോൾ എങ്ങനെയാണ്? ഹൈഡ്രജൻ ആണ് മേളിൽ വരുന്നത്, ഹൈഡ്രജനെയും കൂടി താഴെ വരുള്ളൂ നമ്മുടെ അയൺ. ആ കേസിൽ ഹൈഡ്രജന് ആനോഡായിട്ട് പ്രവർത്തിക്കുള്ളൂ, നമ്മുടെ അയണിന് ഓക്സിഡേഷൻ സംഭവിക്കില്ല. അതുകൊണ്ട് ആൽക്കലൈൻ മീഡിയത്തിൽ അയണിന് ഹൈഡ്രജൻ ഇവല്യൂഷൻ കൊറോഷൻ നടക്കില്ല. പക്ഷേ അലുമിനിയത്തിന്റെ ഒക്കെ കേസിൽ അങ്ങനെയല്ല. അലുമിനിയം മഗ്നീഷ്യം ഒക്കെ എങ്ങനെയാണ്? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമ്മുടെ ഹൈഡ്രജനേക്കാളും കുറവാണ്. ഇത് കണ്ടോ, -1.66 വോൾട്ട് ആണ് അലുമിനിയത്തിന്റെ കേസിൽ. അപ്പൊ അലുമിനിയം എപ്പോഴും ഹൈഡ്രജനേക്കാളും മേളിൽ തന്നെ ആൽക്കലൈൻ കണ്ടീഷനിലും. അങ്ങനെയാകുമ്പോൾ അലുമിനിയത്തിന് ഓക്സിഡേഷൻ നടക്കും, അലുമിനിയം ആനോഡായിട്ട് പ്രവർത്തിക്കും, അലുമിനിയത്തിന് കൊറോഷനും സംഭവിക്കും. പക്ഷെ ആൽക്കലൈൻ മീഡിയത്തിൽ അയണിന് കൊറോഷൻ സംഭവിക്കില്ല. സോ ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ അലുമിനിയം ഗീവ്സ് അലുമിനിയം 3++ 3 ഇലക്ട്രോൺ. കാഥോഡില് വാട്ടർ +2 ഇലക്ട്രോൺ ഗീവ്സ് H2+2OH-. സോ കൊറോഷൻ സെൽ പൊട്ടൻഷ്യൽ പോസിറ്റീവ് വരും. പോസിറ്റീവ് വാല്യൂ ആണ് വരുന്നതെങ്കിൽ ആ റിയാക്ഷൻ ഫീസിബിൾ ആണ്, അത് നടക്കും. ഓക്കെ. അപ്പൊ ആൽക്കലൈൻ മീഡിയത്തിലുള്ള ഹൈഡ്രജൻ ഇവല്യൂഷൻ കൊറോഷൻ അയണിന് നടക്കില്ല, അലുമിനിയത്തിന് അത് പോസിബിൾ ആണ്. ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഈ പോർഷനിൽ നിന്ന്. നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ അത് കാണാം. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അസിഡിക് മീഡിയത്തിൽ അയണിന് ഓക്സിഡേഷൻ നടക്കും, അല്ലെങ്കിൽ ആനോഡായിട്ട് പ്രവർത്തിക്കും, അതുകൊണ്ട് കൊറോഷൻ ഉണ്ടാവും. പക്ഷെ ആൽക്കലൈൻ മീഡിയത്തിൽ ഹൈഡ്രജൻ ഇവല്യൂഷൻ കൊറോഷൻ അയൺ തരില്ല. കാരണം എന്താണ്? അയണിനേക്കാളും ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആൽക്കലൈൻ മീഡിയത്തിൽ ഹൈഡ്രജൻ ആണ് കുറവ്. അതുകൊണ്ട് ഹൈഡ്രജൻ ആണ് ആനോഡായിട്ട് പ്രവർത്തിക്കുന്നത്. എപ്പോഴും നമ്മുടെ മെറ്റൽ ആനോഡായിട്ട് പ്രവർത്തിച്ചാൽ മാത്രമേ ആ മെറ്റലിന് കൊറോഷൻ സംഭവിക്കുകയുള്ളൂ. ഹൈഡ്രജൻ ഇവല്യൂഷൻ കൊറോഷൻ ഇൻ അസിഡിക് മീഡിയത്തിൽ അയണിനും അലുമിനിയത്തിനും മഗ്നീഷ്യത്തിനും ഒക്കെ കൊറോഷൻ സംഭവിക്കും. പക്ഷെ ഹൈഡ്രജൻ ഇവല്യൂഷൻ കൊറോഷൻ ഇൻ ആൽക്കലൈൻ മീഡിയത്തിൽ അയണിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഹൈഡ്രജനേക്കാളും കൂടുതലായതുകൊണ്ട് ഇവിടെ അയൺ കാഥോഡായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് അയണിന് കൊറോഷൻ സംഭവിക്കില്ല. ഇനി അടുത്ത കൊറോഷൻ ആണ് ഓക്സിജൻ അബ്സോർപ്ഷൻ കൊറോഷൻ ഇൻ അസിഡിക് മീഡിയം. ഇത് എപ്പോഴാണ് നടക്കുന്നത്? മെറ്റലും വാട്ടറുമായിട്ട് കോൺടാക്റ്റിലുള്ളപ്പോഴാണ്. കണ്ടെയ്നിങ് ഡിസോൾഡ് ഓക്സിജൻ ഇൻ അസിഡിക് ഓർ ന്യൂട്രൽ കണ്ടീഷൻ. ഓക്സിജന്റെ സഫീഷ്യന്റ് എമൗണ്ട് ഉള്ള ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു ടൈപ്പ് ഓഫ് കൊറോഷൻ നടക്കുന്നത്. ഇനി റസ്റ്റിംഗ് ഓഫ് അയൺ ഒരു എക്സാമ്പിൾ ആണ്. റിയാക്ഷൻസ് എന്തൊക്കെയാണ്? Fe gives Fe2++ 2 ഇലക്ട്രോൺ. കാഥോഡിലെ ഓക്സിജൻ പ്ലസ് ഹൈഡ്രജൻ പ്ലസ് 4 ഇലക്ട്രോൺ ഗീവ്സ് വാട്ടർ. ഈ സെൽ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? വാട്ടറുമായിട്ട് നമ്മുടെ മെറ്റൽ കോൺടാക്റ്റിൽ വരുവാണ്. ആ സമയത്ത് ഓക്സിജന്റെ സഫീഷ്യന്റ് എമൗണ്ട് ഉണ്ടെങ്കിലാണ് ഈ ഒരു കൊറോഷൻ സംഭവിക്കുന്നത്. ഇനി Fe2+ അവിടെ പ്രൊഡ്യൂസ് ചെയ്ത Fe2+ വീണ്ടും ഓക്സിഡൈസ് ചെയ്ത് Fe3+ ആയിട്ട് മാറുന്നു അസിഡിക് ഓർ ന്യൂട്രൽ എൻവയോൺമെന്റിൽ. ഇനി ഈ Fe3+ FeOH ത്രൈസ് ആയിട്ട് മാറുന്നു. ഇതിനെയാണ് നമ്മൾ യെല്ലോ റസ്റ്റ് എന്ന് പറയുന്നത്. റസ്റ്റിന്റെ ഫസ്റ്റ് ഫോം ആണ് FeOH ത്രൈസ്, യെല്ലോ റസ്റ്റ്. ഇനി ലിമിറ്റഡ് സപ്ലൈ ഓഫ് ഓക്സിജനിൽ കൊറോഷൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ബ്ലാക്ക് റസ്റ്റ് ആയിരിക്കും. നമ്മൾ കാണുന്ന ആ ഒരു തുരുമ്പുണ്ടല്ലോ, കറുത്ത കളറിലുള്ള തുരുമ്പ്, അതാണ് ലിമിറ്റഡ് സപ്ലൈ ഓഫ് ഓക്സിജനിൽ ഉണ്ടാവുന്നത്. അത് Fe3O4 ആണ്, അയണിന്റെ ഓക്സൈഡ് ആണ്. ഇനി ഈ റസ്റ്റ് ഫോർമേഷൻ ലീഡ്സ് ടു ഇന്റൻസ് ലോക്കലൈസ്ഡ് കൊറോഷൻ കോൾഡ് പിറ്റിംഗ് കൊറോഷൻ. അതായത് ഈ കൊറോഷനൊക്കെ നടന്ന് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു അയണിനൊക്കെ കുറച്ച് തുളകളും കുറച്ച് ഭാഗം അടർന്നു പോയതൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് പിറ്റിംഗ് കൊറോഷൻ. കുറച്ചും കൂടി എന്താണ് ഇന്റൻസ് ആയിട്ടുള്ള ഒരു കൊറോഷൻ ആണ് പിറ്റിംഗ് കൊറോഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഓക്സിജൻ അബ്സോർപ്ഷൻ കൊറോഷൻ ഇൻ അസിഡിക് മീഡിയത്തിൽ ഓക്സിജന്റെ സാന്നിധ്യത്തിൽ വാട്ടറുമായിട്ട് ചേർന്നാണ് അയണിന് കൊറോഷൻ സംഭവിക്കുന്നത്. അപ്പൊ എന്താ സംഭവിക്കുക? അയൺ 2+ ആയിട്ട് മാറുന്നു. കാഥോഡിൽ ഓക്സിജനും ഹൈഡ്രജനും ഇലക്ട്രോൺ ഒക്കെ ചേർന്ന് വാട്ടർ ഫോം ചെയ്യുന്നു. അപ്പൊ ഈ Fe2+ ആയിട്ട് മാറിയിട്ട് Fe2+ വീണ്ടും ഓക്സിഡേഷൻ നടന്ന് Fe3+ ഫോം ചെയ്യും. ദെൻ അത് OH-മായിട്ട് ചേർന്ന് FeOH ത്രൈസ് ഫോം ചെയ്യും. അതിനെ നമ്മൾ യെല്ലോ റസ്റ്റ് എന്ന് പറയും. ഓക്സിജന്റെ ലിമിറ്റഡ് സപ്ലൈ ആണെങ്കിൽ ഉണ്ടാവുന്നത് ബ്ലാക്ക് റസ്റ്റ് ആയിരിക്കും. അതാണ് Fe3O4. ഇനി ഇന്റൻസ് ലോക്കലൈസ്ഡ് കൊറോഷൻ ആണ് പിറ്റിംഗ് കൊറോഷൻ എന്ന് പറയുന്നു. അവിടെ എന്താണ്? ആ ഒരു അയണിന് കുറച്ച് ഹോൾസ് ഒക്കെ ഫോം ചെയ്യും, അല്ലെങ്കിൽ കുറച്ച് ഭാഗം അടർന്നു പോകാനും ഒക്കെ സാധ്യതയുണ്ട്. ഇനി ഓക്സിജൻ അബ്സോർപ്ഷൻ കൊറോഷൻ ഇൻ ആൽക്കലൈൻ മീഡിയം. ഇതെങ്ങനെയാണ് സംഭവിക്കുക? കോണ്ടാക്ട് വിത്ത് വാട്ടർ കണ്ടെയ്നിങ് ഡിസോൾഡ് ഓക്സിജൻ ഇൻ എൻവയോൺമെന്റ് ആൽക്കലൈൻ എൻവയോൺമെന്റ് ആണേ ഉള്ളൂ. അസിഡിക് എൻവയോൺമെന്റും ആൽക്കലൈൻ എൻവയോൺമെന്റും ഉണ്ട്. അതിൽ ആൽക്കലൈൻ എൻവയോൺമെന്റിലാണ് ഈ ഒരു കൊറോഷൻ സംഭവിക്കുന്നത്.
ഇപ്പോൾ റസ്റ്റിംഗ് ഓഫ് അയൺ അതിന് ഒരു എക്സാമ്പിൾ ആണ്. ആനോഡിൽ Fe2+ 2 ഇലക്ട്രോണുമായിട്ട് മാറുന്നു. കാഥോഡിൽ ഓക്സിജനും വാട്ടറും ഇലക്ട്രോണും ചേർന്ന് OH- ഫോം ചെയ്യുന്നു. ദെൻ കൊറോഷൻ സെൽ പൊട്ടൻഷ്യൽ 0.84 ആണ്, വിച്ച് ഇസ് എ പോസിറ്റീവ് വാല്യൂ. അപ്പോൾ Fe2+ പ്രൊഡ്യൂസ്ഡ് ഇവിടെ Fe3+ ആയിട്ട് മാറുന്നില്ല ആൽക്കലൈൻ എൻവയോൺമെന്റിൽ. സോ ഓക്സിജൻ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആൽക്കലൈൻ മീഡിയത്തിൽ കുറവായതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഓക്കെ, ഓക്സിജന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അയണിനേക്കാളും കുറവാണ്. അങ്ങനെ ആകുമ്പോൾ അയൺ ആനോഡായിട്ട് പ്രവർത്തിക്കില്ല, അതുകൊണ്ട് അയണിന് വീണ്ടും കൊറോഷൻ സംഭവിക്കില്ല. അപ്പൊ Fe2+ ഫോം ചെയ്യുന്നതുകൊണ്ട് Fe2+ Fe3+ ആയിട്ട് മാറുന്നില്ല ആൽക്കലൈൻ കണ്ടീഷനിൽ. സോ നോ ഇൻസോല്യൂബിൾ precipitate ഓഫ് FeOH3 ഈസ് പ്രൊഡ്യൂസ്ഡ്, ദസ് നോ ഇന്റൻസ് ലോക്കലൈസ്ഡ് കൊറോഷൻ. അപ്പോൾ ഹൈഡ്രജൻ ഇവല്യൂഷൻ കൊറോഷനിലും ഓക്സിജൻ ഇവല്യൂഷൻ കൊറോഷനിലും ആൽക്കലൈൻ മീഡിയത്തിൽ അയണിന് അത്ര കാര്യമായിട്ടുള്ള കൊറോഷൻ സംഭവിക്കുന്നില്ല. കാരണം എന്താണ്? ഈ രണ്ട് കണ്ടീഷനിലും ആൽക്കലൈൻ കണ്ടീഷനിൽ അയണിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കൂടുതലാണ്. ഹൈഡ്രജൻ ഇവല്യൂഷൻ കൊറോഷനിലാണെങ്കിൽ ഹൈഡ്രജനേക്കാളും ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അയണിന് കൂടുതലാണ്. ഓക്സിജൻ ഇവല്യൂഷൻ കൊറോഷനിൽ ഓക്സിജൻ അബ്സോർപ്ഷൻ കൊറോഷൻ ആണെങ്കിൽ അയണിന് ഓക്സിജനേക്കാളും ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കൂടുതലാണ്. അതുകൊണ്ട് ഈ രണ്ട് ഘട്ടത്തിലും അയണ് ആനോഡായിട്ട് പ്രവർത്തിക്കില്ല. അതുകൊണ്ട് ഇവിടെ അയണിന് ആൽക്കലൈൻ മീഡിയത്തിൽ അയണിന് കൊറോഷൻ സംഭവിക്കില്ല. ഓക്കെ, ഇതാണ് കൊറോഷൻ. അപ്പോൾ കൊറോഷൻ എന്താണ് നമ്മൾ കണ്ടു. മെറ്റലിന്റെ സ്ലോ ഡിസ്ട്രക്ഷൻ ആണ് കൊറോഷന് കാരണമാവുന്ന എന്തൊക്കെയാണ് നമ്മൾ കണ്ടു. രണ്ട് ടൈപ്പ് ഓഫ് കൊറോഷൻ ഉണ്ട്. അതിൽ ഇലക്ട്രോകെമിക്കൽ കൊറോഷൻ ആണ് നമുക്ക് കൂടുതലായിട്ടുള്ളത്. ഇലക്ട്രോകെമിക്കൽ കൊറോഷനിൽ മെറ്റൽ ആനോഡായിട്ട് പ്രവർത്തിക്കുന്നു, അറ്റ്മോസ്ഫിയർ കാഥോഡായിട്ട് പ്രവർത്തിക്കുന്നു. ആനോഡായിട്ട് ആര് പ്രവർത്തിക്കുന്നു? ആ മെറ്റലിനാണ് കൊറോഷൻ സംഭവിക്കുന്നത്. അപ്പോൾ മെറ്റലിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കുറവുള്ള ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു കൊറോഷൻ സംഭവിക്കുന്നത്. 4 ടൈപ്പ് ഓഫ് കൊറോഷൻ ഉണ്ട്. ഹൈഡ്രജൻ ഇവല്യൂഷൻ കൊറോഷൻ ഇൻ അസിഡിക് മീഡിയം, ഹൈഡ്രജൻ ഇവല്യൂഷൻ കൊറോഷൻ ഇൻ ആൽക്കലൈൻ മീഡിയം, ഓക്സിജൻ അബ്സോർപ്ഷൻ കൊറോഷൻ ഇൻ അസിഡിക് മീഡിയം ആൻഡ് ഓക്സിജൻ അബ്സോർപ്ഷൻ കൊറോഷൻ ഇൻ ആൽക്കലൈൻ മീഡിയം. ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചേക്കുക.